കോൺഗ്രസിന് ശരിക്കും കഷ്ടകാലമാണ്. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയിൽ മുസ്ലിം ലീഗ് നേതൃത്വം ആശങ്കയിലായിരിക്കെ മുന്നണി നേതൃത്വത്തെ വെട്ടിലാക്കി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലും തുടർചലനങ്ങൾ ശക്തമാണ്. ജോസ് കെ മാണി ഗ്രൂപ്പിലേക്ക് തിരിച്ചു പോകാനും ആ നീക്കത്തിന് മാണി വിഭാഗം അനുമതി നൽകിയില്ലെങ്കിൽ ഇടതുപക്ഷത്തെ മറ്റൊരു ഘടകകക്ഷിയായ ജനാധിപത്യ കേരള കോൺഗ്രസിൽ ലയിക്കാനുമാണ് ജോസഫ് വിഭാഗത്തിലെ ഒരു വിഭാഗം ശ്രമിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നീക്കങ്ങളാകട്ടെ ഇപ്പോൾ ശക്തവുമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ UDFന്റെ തകർച്ച തുടങ്ങുമെന്നാണ് ഈ വിഭാഗം കരുതുന്നത്. കോട്ടയം ലോക്സഭാ സീറ്റ് ഇത്തവണ ജോസഫ് ഗ്രൂപ്പിന് വിട്ടു നൽകിയാൽ പോലും കോൺഗ്രസുകാർ തന്നെ തോൽപ്പിക്കുമെന്ന ഭയവും ജോസഫ് വിഭാഗത്തിനുണ്ട്. ജോസ് വിഭാഗത്തിലെ തോമസ് ചാഴിക്കാടനാണ് നിലവിലെ കോട്ടയം MP. ഇത്തവണ ഇടതുപക്ഷവും കോട്ടയം സീറ്റ് ജോസ് വിഭാഗത്തിനാണ് വിട്ടു നൽകുന്നത്. 2ഉം 3ഉം സീറ്റുകൾ കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും കോട്ടയത്തിനപ്പുറം ഒരു സീറ്റും നൽകേണ്ടതില്ലെന്നാണ് CPMന്റെ തീരുമാനം. CPI ആവട്ടെ കഴിഞ്ഞ തവണ മത്സരിച്ച 4 സീറ്റുകളിൽ തന്നെ ഇത്തവണയും മത്സരിക്കും. വയനാട്, തൃശൂർ, മാവേലിക്കര, തിരുവനന്തപുരം മണ്ഡലങ്ങളിലാണ് CPI മത്സരിക്കുക. ബാക്കിയുള്ള 15 സീറ്റുകളിലും CPM ആണ് മത്സരിക്കുന്നത്. UDFൽ കോൺഗ്രസ് 16 സീറ്റുകളിൽ മത്സരിക്കും. മുസ്ലിം ലീഗ് പൊന്നാനി, മലപ്പുറം മണ്ഡലങ്ങളിൽ മത്സരിക്കും. കൂടുതലായി കോഴിക്കോട്, വടകര സീറ്റുകൾ ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒടുവിൽ അവരും വിട്ടുവീഴ്ച ചെയ്യാനാണ് സാധ്യത. RSP ഇത്തവണ കൊല്ലത്ത് മത്സരിക്കും. ജോസഫ് ഗ്രൂപ്പിന് കോട്ടയം കൂടി നൽകുമ്പോൾ UDFലെ സീറ്റ് നിർണയം പൂർത്തിയാകും. ഇതോടെ കേരള കോൺഗ്രസിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന മണ്ഡലമായി കോട്ടയം മാറും. കോട്ടയത്തെ മത്സരം PJ ജോസഫ് വിഭാഗത്തിനും നിർണായകമാണ്. പരാജയപ്പെട്ടാൽ പിന്നെ ഇടതുപക്ഷത്ത് പോലും അവർക്കൊരു ബൂത്ത് കിട്ടുകയില്ല. അത്തരമൊരു സാഹചര്യം ബോധപൂർവം കോൺഗ്രസ് തന്നെ സൃഷ്ടിക്കാനും സാധ്യതയേറെയാണ്. പൊന്നാനിയിൽ മുസ്ലിം ലീഗ് തോൽക്കുമെന്ന് ആഗ്രഹിക്കുന്നതും കോൺഗ്രസുകാർ തന്നെയാണ്. ഇങ്ങനെ UDFലെ പ്രധാന ഘടകകക്ഷികൾ കൂടി തിരിച്ചടി നേരിട്ടാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻനിർത്തിയുള്ള മുന്നണി മാറ്റത്തിനുള്ള വിലപേശലിന്റെ മുന്നോടിയാണിതെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാലും കഴിഞ്ഞ തവണ നേടിയ വമ്പൻ വിജയം ഇത്തവണ കോൺഗ്രസിന് ഉണ്ടാകുകയില്ല. ഇത്തരമൊരു സാഹചര്യം മുൻനിർത്തി കൂടിയാണ് ഘടകകക്ഷികൾക്കും പൂട്ടിടാൻ കോൺഗ്രസ് അണിയറയിൽ തന്ത്രങ്ങൾ മെനയുന്നത്. അതേസമയം പൊന്നാനിയിലെ സിറ്റിംഗ് MP ആയ ET മുഹമ്മദ് ബഷീർ ഇത്തവണ മലപ്പുറത്തേക്ക് കൂടുമാറാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ 10,000-ൽ താഴെ മാത്രമാണ് UDFന്റെ ഭൂരിപക്ഷം. കോൺഗ്രസിലെ ഭിന്നതയും പൊന്നാനിയിൽ ലീഗ് നേരിടുന്ന ഭീഷണിയാണ്. ET മുഹമ്മദ് ബഷീർ മാറിയാൽ KM ഷാജി, അബ്ദുൾ സമദ് സമദാനി, PK ഫിറോസ് എന്നിവരിൽ ആരെങ്കിലും പൊന്നാനിയിൽ ലീഗ് സ്ഥാനാർത്ഥിയാകും. കോട്ടയത്ത് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചൂമ്മനെ മത്സരിപ്പിക്കാനാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് താൽപര്യം. എന്നാൽ ജോസഫ് ഗ്രൂപ്പിന് സീറ്റ് നൽകാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. അങ്ങനെ വന്നാൽ ആരെ മത്സരിപ്പിക്കുമെന്നതിനെ ചൊല്ലിയാകും ഭിന്നത രൂക്ഷമാവുക. ജനസ്വാധീനമില്ലാത്ത ആരെങ്കിലും സ്ഥാനാർത്ഥിയാക്കിയാൽ മണ്ഡലം കൈവിട്ടു പോകുമെന്നാണ് DCC നേതൃത്വം KPCC നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. PJ ജോസഫ് മത്സരിക്കുകയാണെങ്കിൽ കോൺഗ്രസിന് എതിർപ്പില്ലെങ്കിലും ആരോഗ്യ പ്രശ്നം കാരണം ജോസഫ് ഒരിക്കലും മികച്ച സ്ഥാനാർത്ഥിയല്ലെന്നാണ് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ജോസഫ് ഗ്രൂപ്പിലും സീറ്റിനായി തമ്മിലടി രൂക്ഷമാണ്. സീറ്റ് നിർണയം പൂർത്തിയായതോടെ ജോസഫ് ഗ്രൂപ്പിലും പൊട്ടിത്തെറികൾ തുടങ്ങിയിട്ടുണ്ട്. CPM അനുകൂലമായി പ്രതികരിച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഇടതുപക്ഷത്തേക്ക് തിരിയാനാണ് RSPയുടെ ശ്രമം. അവർക്ക് മുന്നിൽ പ്രധാന തടസ്സം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടാണ്. ഒരു ഘടകകക്ഷിയും കൂട്ടുപിടിക്കാതെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് മുഖ്യമന്ത്രി ഉള്ളത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് ആർക്കെതിരെയാണെന്ന ചോദ്യം ഉയർത്തുക വഴി കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനെയാണ് പിണറായി വിജയൻ വെട്ടിലാക്കിയിരിക്കുന്നത്. BJPയെ ചെറുക്കാൻ രാഹുൽ വയനാട്ടിൽ മത്സരിക്കേണ്ട കാര്യമില്ലെന്ന ഇടതു പ്രചരണം കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിലും UDFനെയാണ് പ്രതിരോധത്തിലാക്കാൻ പോകുന്നത്.